ബവറേജസ് ചില്ലറ വിൽപ്പനശാലയിൽ നിന്നും 81 ലക്ഷം രൂപ തട്ടിയ സംഭവത്തിൽ ജീവനക്കാർക്കെതിരെ നടപടി. പത്തനംതിട്ട കൂടൽ ഔട്ട്ലെറ്റ് മാനേജർ കൃഷ്ണകുമാർ, പണം തട്ടിയ ക്ലാർക്ക് അരവിന്ദ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. ഓഡിറ്റ് വിഭാഗത്തിലെ 5 ജീവനക്കാർക്ക് സ്ഥലം മാറ്റം. അതേസമയം സ്ഥലം മാറ്റത്തിന് കൂടൽ ഷോപ്പിലെ ക്രമക്കേടുമായി ബന്ധമില്ലെന്ന് ജീവനക്കാർ പ്രതികരിച്ചു. ബാങ്കിൽ അടയ്ക്കാൻ കൊടുത്തയച്ച പണം ജീവനക്കാരൻ മുക്കിയ സംഭവം മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത്. കഴിഞ്ഞ ജൂൺ മുതൽ ഡിസംബർ 28 വരെയുള്ള കാലയളവിൽ 81,64,049 രൂപയാണ് അപഹരിക്കപ്പെട്ടത്. കേസിലെ പ്രതി ക്ലാർക്കായി ജോലി ചെയ്തു വന്ന അരവിന്ദാണ് സസ്പെൻഷനിലായതിൽ പ്രധാനി. ഷോപ്പ് ഇൻചാർജ് കൃഷ്ണകുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം മേൽനോട്ടത്തിലുണ്ടായ വീഴ്ച. നടപടി നേരിട്ട മറ്റ് 5 പേർ ഓഡിറ്റ് വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഓഡിറ്റ് മാനേജർ രഞ്ജിത്ത്, അസിസ്റ്റന്റ് മാനേജർ ആനന്ദ്, സീനിയർ അസിസ്റ്റന്റ് കിരൺ ടി.ആർ, അസിസ്റ്റന്റുമാരായ സുധിൻ രാജ്, ഷാനവാസ് ഖാൻ എന്നിവരെ സ്ഥലം മാറ്റുകയാണുണ്ടായത്. പ്രതിമാസ ഓഡിറ്റ് നടത്താറുണ്ടെങ്കിലും 7 മാസമായി തുടർന്നു വന്ന ക്രമക്കേട് കണ്ടെത്താൻ കഴിയാതിരുന്നതാണ് ഇവരുടെ വീഴ്ച. ഔട്ട്ലെറ്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണം വെയർഹൌസിനാണെന്നിരിക്കെ അത്തരക്കാരിലേക്ക് നടപടി പോയില്ലെന്ന ആക്ഷേപമുണ്ട്. അതേസമയം പണം തട്ടിയെടുത്ത അരവിന്ദിനെ കുറിച്ച് പോലീസിന് സൂചനകളില്ല. കഴിഞ്ഞ മാസം 28 മുതൽ ഇയാളുടെ ശൂരനാട്ടെ വീട് പൂട്ടിയ നിലയിലാണ്. അമ്മയെ ബന്ധുവീട്ടിലാക്കിയ ശേഷം അരവിന്ദ് കടന്നതായാണ് സൂചന. ഇയാൾ ഉപയോഗിച്ചു വന്ന മൊബൈൽ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മദ്യവിൽപ്പനയോടെ ലഭിക്കുന്ന പണം തൊട്ടടുത്ത ദിവസം SBI കൂടൽ ശാഖയിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും കൊടുത്തയക്കുന്ന പണത്തിൽ ഒരു നിശ്ചിത സംഖ്യ അരവിന്ദ് തട്ടിയെടുക്കുകയായിരുന്നു. പെയിൻ സ്ലിപ്പ് കൗണ്ടർ ഫോയിലിൽ തിരുത്തൽ വരുത്തിയാണ് തട്ടിപ്പ് തുടർന്നു വന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.